വി കെ ശ്രീകണ്ഠൻ എം പി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി കെ ശ്രീകണ്ഠൻ, മണ്ണാർക്കാട് നഗരസഭയുടെ ചടങ്ങിനെത്തിയപ്പോൾ ആ സദസ്സ് കണ്ടപ്പോൾ ചുമ്മാ തോന്നിയ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതാണോ, അതിനപ്പുറം എന്തെങ്കിലും ചർച്ചകളുടെയോ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള പരാമർശങ്ങളാണോ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പി കെ ശശിയുമായി ബന്ധപ്പെട്ടൊക്കെ? അല്ല, ആ സദസ് വേദി കണ്ടപ്പോ സാന്ദർഭോചിതമായിട്ട് സംസാരിച്ചതാണ്. CPM-ൽ വലിയ ആഭ്യന്തര കലാപമൊക്കെ നിലനിൽക്കുകയാണല്ലോ ഒരു വശത്ത്. രണ്ട്, വന്നുകൂടിയ ജനങ്ങൾക്കും വലിയ കൗതുകവും ജിജ്ഞാസയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ തിരുത്തി കൊടുത്തു. കാരണം എല്ലാവരും തൂവെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അപ്പോ ഉദ്ഘാടകനായ PK കുഞ്ഞാലിക്കുട്ടി തൊട്ട് എല്ലാവരും. അപ്പൊ ഞാനത് പ്രത്യേകമായിട്ട് PK ശശിയുടെ പേര് പരാമർശിച്ചു. അത് അദ്ദേഹം ഇട്ട ഡ്രസ്സ് കതറാണോ എന്ന് ഞാൻ പരിശോധിച്ചു. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു അത് കോട്ടനാണ്. അപ്പൊ കതറും കോട്ടനും ജ്യേഷ്ഠനും അനിയനുമാണ്. ഇതുപോലെയാണ് നമ്മൾ വികസന കാര്യത്തിൽ ഒന്നിക്കേണ്ടത്. നാടിന്റെ വികസനത്തിലും പുരോഗതിയിലും രാഷ്ട്രീയത്തിന് അതീതമായി ഉള്ള ഈ യോജിപ്പാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പിന്നെ നല്ല ഒരു പരിപാടിയായി ഈ വികസനത്തിന് അപ്പുറത്തുള്ള ഒരു യോജിപ്പിന്റെ ചുവടുവയ്പ് കൂടിയാണോ? ആ നിലയ്ക്കാണ് എല്ലാവരും അതിനെ നോക്കിക്കാണുന്നത്. അവിടെ UDF-ന്റെ നഗരസഭയാണ്. അവര് ഒരു നല്ല പ്രവൃത്തി, ഒരു ആശുപത്രി ഡിസ്പെൻസറിയാണ്, ആയുർവേദ ഡിസ്പെൻസറി. അതിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരാണല്ലോ ജനപ്രതിനിധികളായിട്ടൊക്കെ വരുന്നത്. അപ്പൊ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു യോജിപ്പ് വേണം എന്നുള്ളത് അവിടെ കൂടിയ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അവരുടെ പ്രതീക്ഷയും അങ്ങനെയാണ്. CPM-ല് വലിയ വിഭാഗതയും അതുപോലെ തന്നെ ചേരിതിരിവും ഒക്കെ പ്രകടമായത് നിങ്ങൾക്കറിയാം. ഏതാനും മാസങ്ങളായി അതിന്റെ ഒരു വലിയ ചർച്ചയായിരുന്നു. അതിന്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊക്കെ തരം താഴ്ത്തി ഇപ്പോ വെറും സാധാരണ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാക്കിയിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അസ്വസ്ഥത അവിടെ പുകയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പരാമർശവും ആ അസ്വസ്ഥതയും കൂട്ടി വായിച്ചപ്പോ പലരും വിചാരിച്ചത് അങ്ങനെ പാർട്ടിയിലേക്ക് അത് മാത്രവുമല്ല ശ്രീ വി കെ ശ്രീകണ്ഠൻ, KTDC ചെയർമാൻ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിന്റെ സാധ്യതയും സാഹചര്യവും എന്താണ് എന്നുകൂടി പരിശോധിക്കുമ്പോഴാണ് അത് ഏതെങ്കിലും തുടക്കമാണോ? കാരണം KTDC ചെയർമാൻ മണ്ണാർക്കാടുകാരനാണ്. ആ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി തൊട്ടടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം മണ്ണാർക്കാടാണ്. അപ്പൊ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ക്ഷണിച്ചു എന്നുള്ളൂ. അതിൽ മറ്റു രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോ CPM-ല് അസ്വസ്ഥരുണ്ട് എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. ആ അസ്വസ്ഥർ വന്നാൽ കോൺഗ്രസ് സ്വീകരിക്കുമോ? എന്റെ സംശയം അത് കോൺഗ്രസിന്റെ നയ സമീപനങ്ങളോട് യോജിച്ചു വരുന്നവരാരായാലും അവരെ സ്വീകരിക്കും. രണ്ട്, CPM-ലെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമാണ്. ശശി എന്നല്ല, പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ആ പാർട്ടിയിൽ അസ്വസ്ഥരായിട്ട് അവരെ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള പ്രതിഷേധത്തിന് കൂടിയാണ്. അപ്പൊ വരും നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഈ അസ്വസ്ഥർ ആര് വന്നാലും സ്വീകരിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം. അവരുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? പലരുമായിട്ടും ചർച്ചയുണ്ട്. അതൊന്നും ഇപ്പൊ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്റ്റേജിലല്ല. എന്തായാലും സമീപ ഭാവിയിൽ പാലക്കാട്ടെ CPM-ല് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും. PK ശശിയുമായി ചർച്ച നടന്നിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തെ കാണുമ്പോ സംസാരിക്കാറുണ്ട്. പ്രത്യേക ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. ഒരു തലങ്ങളിലും ചർച്ച നടന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ മാത്രമല്ല, ജനപ്രതിനിധികൾ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കന്മാരും സംഘടനാ നേതാക്കന്മാരും ഒക്കെയാണ്. സ്വാഭാവികമായിട്ടും പല രാഷ്ട്രീയ പാർട്ടിയിലെയും ആഭ്യന്തരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചർച്ചയിൽ വരുമല്ലോ. അങ്ങനെയല്ലാതെ അങ്ങനെ പാർട്ടി മാറേണ്ട കാര്യമോ അല്ലെ പാർട്ടി ചേരേണ്ട കാര്യമോ പാർട്ടി വിടുന്നുള്ള കാര്യമോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഈ ചടങ്ങിൽ വരുന്നു, അവിടെ അദ്ദേഹം CPM-ലെ തനിക്കെതിരെ നിൽക്കുന്നവർക്ക് വന്നതുകൊണ്ട് അങ്ങനെ തോന്നണമെന്നില്ല. അവിടെ അല്ല, ആ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് CPM-ലെ തനിക്കെതിരെ നിൽക്കുന്നവർക്ക് മറുപടി പറയാനാണ്. തീർച്ചയായും അദ്ദേഹത്തിന് കിട്ടിയ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തി ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശം നടത്തി. അതിൽ ഞങ്ങൾക്ക് പങ്കില്ല. PK ശശി വന്നാൽ അത് കോൺഗ്രസിന് ഗുണമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സംശയമൊന്നുമില്ല. CPM വിട്ടു വരുന്നവര്, CPM-ൽ അസ്വസ്ഥത പുകഞ്ഞിട്ട് അഭിപ്രായ വ്യത്യാസം വരുന്നവര് ആ പാർട്ടിയുടെ നേതൃത്വത്തോടും ആ പാർട്ടിയുടെ നയങ്ങളോടും കടുത്ത എതിർപ്പുള്ളവരായിരിക്കും, ഉറപ്പാ. അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ പറ്റിയ കേരളത്തിലെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മറ്റൊരു പാർട്ടിയിലേക്ക് അവർക്ക് പോവാൻ ആശയപരമായിട്ട് കഴിയില്ല. കാരണം അങ്ങനെ
പ്രവർത്തിച്ചു വന്ന ആ സാഹചര്യത്തിന് അനുകൂലമായിട്ട് ഒരു ജനാധിപത്യ മതേതര പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അവരെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യും. പി കെ ശശിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അസംതൃപ്തനാണ് എന്ന് പറയുമ്പോൾ പോലും അനഭിമതനുമാണ് പാർട്ടിക്ക് എന്ന കാര്യം കൂടി ഓർക്കണം. അദ്ദേഹം തന്നെ അവിടെ പറയുന്നത് തനിക്കെതിരെ അഴിമതി ഉന്നയിക്കുന്നു എന്ന കാര്യം പറയുന്നു. അതിന് അഴിമതി ചെയ്തിട്ടില്ല എന്നൊന്നും അല്ല അദ്ദേഹം പറയുന്നത്, അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നവരാണ് ഇത് പറയുന്നതെന്ന് മാത്രമേ അദ്ദേഹം മറുപടിയിൽ പോലും പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പാർട്ടി അന്വേഷണമൊക്കെ നേരിടുന്ന, പാർട്ടി നടപടിയെടുത്ത ഒരാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സന്നദ്ധരാണോ? അത് വന്നാൽ ഗുണം ചെയ്യുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു? അതായത് CPM-ലെ അനഭിമതർ എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിന് തലവേദനയായവരായിരിക്കും. ഒന്ന്. രണ്ട്, ഇവർ പറയുന്ന ആരോപണമോ അല്ലെങ്കിൽ അഴിമതിയോ ഒന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിലല്ല, നിയമത്തിന്റെ മുമ്പിലല്ല. അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര വഴക്കിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞതും ആരോപണം ഉന്നയിച്ചതാണ്. അതിൽ എത്രത്തോളം കഴമ്പുണ്ട്, അത് പിന്നെ ശരിയോ തെറ്റോ എന്നൊന്നും ഞങ്ങളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. ഒന്ന്. രണ്ട്, നിയമത്തിന്റെ മുമ്പിൽ, നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ ഇവിടെ ഒരു ഭരണഘടനാ സംവിധാനമുണ്ട്. സ്വയം കോടതിയായിട്ടും സ്വയം ശിക്ഷ വിധിക്കുന്ന ഒരു പാർട്ടി CPM മാത്രമാണ് ഇന്ത്യയിൽ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു, അയാളുടെ നിയമത്തിന്റെ മുമ്പിൽ, നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ അയാൾക്കെതിരെ ഒരു ആരോപണവും കുറ്റവുമില്ല, ഒരു കുറ്റപത്രവും. അപ്പൊ സ്വാഭാവികമായിട്ടും PK ശശിക്ക് കോൺഗ്രസ് വരാൻ യാതൊരു അയോഗ്യതയും എന്റെ കണ്ണിലില്ല. ഷൊർണൂർ മുൻ MLA ആണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ജില്ലയിൽ 2 മണ്ഡലം മാത്രമായി ചുരുങ്ങുന്ന സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ വന്നാൽ ആ രീതിയിലുള്ളൊരു അക്കോമഡേഷൻ തന്നെ കൊടുക്കുമോ PK ശശിക്ക്? അങ്ങനെ അതൊക്കെ ആര് വരുന്നു, എങ്ങനെ വരുന്നു, എപ്പോ വരുന്നു, അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് പാർട്ടി നേതൃത്വമാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ CPM വിട്ടു വരുന്നവർക്ക് വിലക്കില്ല. കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കോൺഗ്രസിലേക്ക് മറ്റാശയങ്ങൾ വിട്ട് കോൺഗ്രസിന്റെ ആശയങ്ങളോട് യോജിക്കാൻ വരുന്നവരാരാണെങ്കിലും അവരെ സ്വീകരിക്കും. രാഷ്ട്രീയ ലാഭം മാത്രമല്ല, പൊതുസമൂഹം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ ഇലക്ഷൻ വരുമ്പോ നിലവിലുള്ള 2 സീറ്റൊക്കെ വളരെയധികം സീറ്റ് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി പാലക്കാട് ജില്ലയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റു പാർട്ടിയിലെ അസ്വസ്ഥതയും ജനങ്ങൾക്ക് അവരോടുള്ള എതിർപ്പും അതെല്ലാം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF പാലക്കാട് തയ്യാറാവും. ഒരു കാര്യം കൂടി, സ്വീകരിക്കുമെന്ന് പറയുന്നതിനപ്പുറം അർഹമായ സ്ഥാനം ഉണ്ടാകുമോ അവർക്ക്? ഒരു കാര്യം, കോൺഗ്രസിലേക്ക് വന്നവരെ ആരാണ് അകറ്റി നിർത്തിയിട്ടുള്ളത്? ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയല്ലേ. സ്വീകരിച്ചാൽ അവർക്ക് നല്ല സ്പേസ് ഉണ്ടാവുമല്ലോ. അത് അവർക്ക് അർഹമായിട്ടുള്ള അംഗീകാരം കൊടുത്ത പാരമ്പര്യമല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും സംഭവിക്കില്ല. അത് ആര് വന്നാലും അവരെയൊക്കെ അർഹമായ രീതിയിൽ പരിഗണിക്കാനുള്ള നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇപ്പോൾ ഈ ചടങ്ങിന് ശേഷം ഇങ്ങനെ വലിയ വിവാദവും ചർച്ചയൊക്കെ നടക്കുമ്പോൾ PK ശശി പറഞ്ഞത്, ഞാൻ എല്ലായ്പ്പോഴും വന്ന് ആഴ്ചയിൽ വന്ന് ഇങ്ങനെ പറയണമോ, ഞാൻ CPM-ൽ തന്നെയാണെന്ന് പറയണമോ, ഞാൻ ഇനിയും CPM-ൽ തന്നെ ഉണ്ടാകുമെന്നാണ് ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹം. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനല്ലേ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പാർട്ടി വിടുന്നോ പാർട്ടി മാറുന്നോ ഞങ്ങൾ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ വികസനത്തിന് എല്ലാവരും കൂടി നല്ല യോജിപ്പ് വേണം. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പുറകെ പോകാതെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വികസന സങ്കല്പം വേണം, ആശയം വേണം എന്ന് ഞങ്ങൾ മുറുകെ പിടിക്കുക. കടുത്ത രാഷ്ട്രീയം, സങ്കുചിത നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി CPM മാത്രമേ കേരളത്തിലുള്ളൂ. കോൺഗ്രസിന് എല്ലാവരുമായിട്ടും വികസന കാര്യത്തിൽ സഹകരിക്കുക യാതൊരു മടിയില്ല. അക്കാര്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോ നിങ്ങളതിന് നിറം പകർന്ന് PK ശശിയോട് ചോദിച്ചതിന് ഞങ്ങൾക്ക് എന്ത് മറുപടിയാ പറയാം? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം അസ്വസ്ഥർക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ള പറയുന്നു, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് താങ്കൾ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ തന്നെ ആ മാറ്റങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയില് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ, CPM-ല് പൊട്ടിത്തെറി. അത് കൃത്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF പാലക്കാട് ജില്ലയിൽ പ്രയോജനപ്പെടുത്തും. ശരി, വളരെ നന്ദി ശ്രീ VK ശ്രീകണ്ഠൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.